നമസ്കാരം. ഞാൻ അജയ് ഡേവിഡ് കാശപ്പള്ളി, സിനിമാറ്റോഗ്രാഫറാണ്. ഞാനിന്നിവിടെ പൊറിഞ്ചു മറൈൻ ജ്യൂസ് എന്ന സിനിമയുടെ ഞാൻ സിനിമാറ്റോഗ്രാഫി ചെയ്ത പടത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പൊറിഞ്ചു മറൈൻ ജ്യൂസ് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള, എൻ്റെ വർക്ക്സിലായാലും എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ലെജൻഡറി ഫിലിം മേക്കറായ ജോഷി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതും, പിന്നെ ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുള്ള പ്രോജക്ട്സിൽ വെച്ചിട്ട് എനിക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള രീതിയിലുള്ള എൻ്റെ സിനിമാറ്റോഗ്രാഫി വോയിസും എനിക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടും എനിക്ക് ചെയ്യാൻ പറ്റിയൊരു പ്രോജക്റ്റുമായിട്ടും അങ്ങനെ എനിക്ക് കൂടുതൽ അപ്രിസിയേഷൻ, എൻ്റെ വർക്ക്സ് കുറച്ച് കൂടുതൽ റെക്കഗ്നീഷൻ കിട്ടിയ ഒരു പ്രോജക്റ്റുമാണ് പൊറിഞ്ചു മറൈൻ ജ്യൂസ്. സോ അങ്ങനെ എനിക്ക് വളരെയധികം പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് പൊറിഞ്ചു. ഇതിൻ്റെ ഇനീഷ്യലി ഇത് നമ്മുടെ കൂടെ ഓൺ പ്രൊഡക്ഷനിൽ ഉള്ള പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് കഥയൊക്കെ ഞാൻ ആദ്യമേ നേരത്തെ കേട്ടിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ പടങ്ങൾ കഴിഞ്ഞിട്ട് ചെറിയൊരു ബ്രേക്ക് ഇങ്ങനെ എടുത്ത് നല്ലൊരു പ്രോജക്റ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയമായിരുന്നു. കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പീരീഡിലാണ് ഞാൻ ഇതിൻ്റെ സബ്ജക്റ്റ് കേൾക്കുന്നത്. സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പ്രോജക്റ്റ് ചെയ്യണം, എനിക്ക് സിനിമാറ്റോഗ്രാഫി ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് സമയത്ത് തന്നെ കുറേ ട്രാവൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ഒരുപാട് എനിക്ക് ബൈ ഹാർട്ടായിരുന്നു. എനിക്ക് ഓരോ സീക്വൻസ് വൈസും എനിക്ക് ആയിട്ട് അറിയായിരുന്നു. അങ്ങനെയാണ് ജോഷി സാറിനെ എൻ്റെ ഫാദർ മീറ്റ് ചെയ്യലും അവർ പിന്നെ സാറ് ഡയറക്ഷൻ ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് ഇത് പ്രോജക്റ്റായി ഓണായി. ഓക്കെ. പക്ഷെ അപ്പോഴും സാർ ഈ പറഞ്ഞ മാതിരി പുതിയ DOPസിൻ്റെ കൂടെ അധികം വർക്ക് ചെയ്യാത്തതുകൊണ്ട് പുള്ളി എപ്പോഴും സീനിയറായിട്ടുള്ള സിനിമാറ്റോഗ്രാഫേഴ്സാണ് സാറിൻ്റെ കൂടെ സ്ഥിരം വർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനെപ്പോഴും ഡൗട്ട്ഫുള്ളായിരുന്നു, എങ്ങനെ സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പടം എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട്ഫുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് സാറിനോട് ആദ്യം പറയുന്നത്, അങ്ങനെ അജയ് എന്ന് പറഞ്ഞ ഡേവിഡ് സാറിൻ്റെ മകൻ ഇങ്ങനെ സിനിമാറ്റോഗ്രാഫറാണ്, അപ്പോൾ ഓൾറെഡി 2-3 പടം ചെയ്തിട്ടുണ്ട്, അപ്പോൾ അജയ്ക്ക് ഇങ്ങനെ പടം വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് ഇങ്ങനെ സാറിനോട് സൂചിപ്പിച്ചു. അപ്പോൾ സാർ ആദ്യം കേട്ടപ്പോൾ പറഞ്ഞത് ഇതങ്ങനെ പിള്ളേർക്ക് ചെയ്യാൻ പറ്റിയ പടമല്ലല്ലോ, കുറച്ച് ഹെവി ആയിട്ടുള്ള മൂവീസാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാർ എന്നിട്ട് പിന്നെ പറഞ്ഞു, ഒരു കാര്യം ഷെഫീ സാറിനോട് പറഞ്ഞു, അജയുടെ അടുത്ത് അജയുടെ ഒരു ഷോ റീൽ പോലെയോ മുന്നേ ചെയ്ത വർക്ക്സിൻ്റെ ഷോ റീലായിട്ട് വാ, എന്നെ വന്ന് കാണിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാനപ്പോൾ എൻ്റെ മുന്നേ ചെയ്ത അടികപ്പേറ് കൂട്ടമണിയുടെ അങ്ങനെ കുറച്ച് പടങ്ങളുടെ 2-3 പടങ്ങളുടെ ഫുട്ടേജൊക്കെ എടുത്ത് ഒരു ഷോ റീൽ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് സാറിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ ഈ ജോഷി സാർ എന്ന് പറയുന്ന ആളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കേട്ടിട്ടേ ഉള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല, പുള്ളിയുടെ സൗണ്ട് പോലും കേട്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. സാറിൻ്റെ വീട്ടിൽ ചെന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ജോഷി സാർ എന്ന് ഒരു ഓറ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇൻഡസ്ട്രി മൊത്തം, സാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ടെൻഷനോടെ തന്നെയാണ് സാറിനെ കാണാൻ പോകുന്നത്. സാറിനെ കാണുമ്പോൾ സാറിനെ കണ്ടു ചെന്ന് സംസാരിച്ചു. സാർ ആദ്യം ചോദിച്ചു സ്ക്രിപ്റ്റ് വായിച്ചു സാർ. അങ്ങനെ 1-2 കാര്യങ്ങൾ സംസാരിച്ചിട്ട് സാറിന് ഞാൻ എൻ്റെ വർക്ക്സിൻ്റെ ഷോറൂമിലും കൊടുത്തിട്ട് ഞാൻ പോയി. അതിനുശേഷം പിന്നെ എനിക്കറിയില്ല, പിന്നെ നെക്സ്റ്റ് മീറ്റിങ്ങുകൾക്ക് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ജോയിനായി. അങ്ങനെ നീയാണ് എൻ്റെ ക്യാമറമാൻ എന്നൊന്നും പറഞ്ഞ് അങ്ങനെ സാറ് അങ്ങനെയായിട്ട് പറഞ്ഞില്ല. പിന്നെ ഞാൻ അങ്ങനെ പ്രോഗ്രസീവ്ലി പിന്നെ അങ്ങനെ അതിൻ്റെ കൂടെ അങ്ങനെ ഞാൻ DOP ആയി ആ പടത്തിൻ്റെ. എന്നിട്ട് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് സാറിന് ഇത് വന്നതെന്ന് വെച്ചാൽ, ഷൂട്ട് തുടങ്ങി, ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞു, സെക്കൻഡ് ഡേ തേർഡ് ഡേ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ നമ്മളെന്നാ സുധി കോപ്പ ചെയ്ത ക്യാരക്ടറിൻ്റെ പുള്ളിയുടെ ആ ഡിസ്കോ ഇതിൻ്റെ സീക്വൻസാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ലൈറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ലൈറ്റപ്പ് ചെയ്യുമ്പോൾ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എടാ നീ കുഴപ്പമില്ല, നീ കൊള്ളാം, നീ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, ഞാൻ ഈ പുതിയ ക്യാമറമാരുടെ കൂടെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പുതിയ പിള്ളേരുടെ കൂടെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടാവും, എങ്ങനെയാവുമെന്ന് ഒരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ നീ കുഴപ്പമില്ല, നീ ചെയ്യുന്ന ലൈറ്റിങ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതുപോലെ നന്നായിട്ട് ചെയ്യ് എന്നിങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബൂസ്റ്റപ്പായിരുന്നു. ലൈക്ക് സാറിനെ പോലൊരാൾ ഇതേപോലെ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് പിന്നെയും ഇതിനുള്ള സീക്വൻസ് ഇതുപോലെ നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ആയിരുന്നു. പൊറിഞ്ചുവിൻ്റെ സ്ക്രിപ്റ്റ് അഭിലാഷൻ ചന്ദ്രനാണ് സ്ക്രിപ്റ്റ്. ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ ബാക്ക്ഡ്രോപ്പിൽ ഇപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പൊറിഞ്ചു ആയാലും ചെമ്പൻ ചെയ്ത ജോസിൻ്റെ ക്യാരക്ടറിലും മറിയ എന്നുള്ള ക്യാരക്ടേഴ്സൊക്കെ മുന്നിൽ, കാരണം എൻ്റെ ഫാദർ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുണ്ട്. പുള്ളിയുടെയൊക്കെ ചെറുപ്പത്തിൽ പുള്ളിയുടെ ഫാദറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് ഈ പൊറിഞ്ചുവൊക്കെ. അപ്പോൾ പുള്ളി ഇതുപോലെ കുറേ ഇൻസിഡൻസ് ഇവരുടെ പല കഥകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഫാദറും ഫാദറിൻ്റെ ബ്രദറൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇൻസിഡൻസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അഭിലാഷി സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് വന്നപ്പോഴും എനിക്കിത് വായിച്ചപ്പോൾ 80s, ഒന്നാമത് ഇത് 80s പീരീഡാണ് നമ്മളിത് റീക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ വളരെയധികം ചലഞ്ചിങ് ആണ്. നമ്മൾ ഈ തമിഴിലൊക്കെ സുബ്രഹ്മണ്യപുരവും
അല്ലെങ്കിൽ ഓടച്ചെന്നയെ കണ്ടിട്ട് ഭയങ്കര പമ്പ്ലെറ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഈ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് ആസ് എ സിനിമാറ്റോഗ്രാഫർ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ചാലഞ്ച്. എനിക്ക് നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പ്രീ പ്രൊഡക്ഷൻ വർക്ക്സും ഹോം വർക്ക്സൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കുറേ സിറ്റിങ്. ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ ദിലീപായിരുന്നു, ദിലീപാണ് ആർട്ട് ഡയറക്ടർ. ഇന്നത്തെ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്, ഈ പീരീഡ് പഴയത് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് കുറേ ലൊക്കേഷൻസ് കണ്ടുപിടിക്കുന്ന ടാസ്ക് ആയിരുന്നു. എങ്കിൽ പോലും മേജർ ലൊക്കേഷനായിട്ട് നമുക്ക് കിട്ടിയത് ഒരുവിധം എല്ലാം അടുത്തടുത്ത് കിട്ടിയത് കൊടുങ്ങല്ലൂരും പിന്നെ അതുപോലെ ഈ ആലക്കുടയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ക്യാമ്പിങ് കൊടുങ്ങല്ലൂരായിരുന്നു. അത് ആക്ച്വലി 3-4 ലൊക്കേഷൻസാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് ഈ ആ കോട്ടപ്പുറം ഒരു മാർക്കറ്റ് ഉണ്ട്, അതായത് ഈ പൊറിഞ്ചും ചെമ്പൻ്റെയൊക്കെ ആയിട്ട് ഇനി കാണിക്കുന്ന ഒരു മാർക്കറ്റ്, പൊറിഞ്ചുവിൻ്റെ ഇറച്ചിവെട്ട് കടയുള്ള മാർക്കറ്റ്. അതുപോലെ മറിയയുടെ വീട്, അതൊരു ടാസ്ക് ആയിരുന്നു ആ വീട് കണ്ടുപിടിക്കൽ. കാരണം വലിയൊരു ക്രിസ്ത്യൻ പഴയ തറവാട് വീട് പോലെ തോന്നിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മാവ് വേണം. കാരണം ആ മാവിലാണ് ഈ മറിയയുടെ അച്ഛൻ കെട്ടിത്തൂങ്ങി മരിച്ചതെന്ന് പറയുന്നതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ ഒരു മാവ് വേണം. പിന്നെ ഈ പെരുന്നാളും അമ്പും ഒക്കെയാണല്ലോ അതിൻ്റെ മെയിൻ ഒരു ഇത്. അപ്പോൾ ഈ അമ്പ് പെരുന്നാൾ വരുമ്പോഴും വീടിന് മുന്നിൽ കൂടെ അമ്പ് പെരുന്നാൾ പോകാനുള്ള സൗകര്യം വേണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ളതുകൊണ്ട് അതൊരു ടാസ്ക്കായിരുന്നു മറിയയുടെ വീട് കണ്ടുപിടിക്കൽ. അപ്പോൾ ഈ മറിയയുടെ വീട് കുറേ അന്വേഷിച്ച് കിട്ടാതിരിക്കുമ്പോഴും ഞങ്ങൾ അവസാനം മാർക്കറ്റ് നമുക്ക് ഇവിടെ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തുള്ള മാർക്കറ്റ് കിട്ടി. അപ്പോൾ മാർക്കറ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ ചെന്നു. മാർക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഈവനിങ് 4 മണി നേരത്താണ് ജോഷ് സാറും വന്നു. നമ്മളിങ്ങനെ ആർട്ട് ഡയറക്ടർ ദിലീപിനടുത്ത് ഇങ്ങനെ കടകൾ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യേണ്ടതൊക്കെ, ഈ ബാൻഡ് സെറ്റിൻ്റെ കട, അതിനപ്പുറത്ത് ഈ ഇറച്ചിവിട്ട് കട, അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ സാറിൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന് ഈ മാർക്കറ്റിന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടായിരുന്നു. അപ്പോൾ സാറ് ശരി ഓക്കെ ഇവിടുന്ന് കഴിഞ്ഞ് ഇനിയിപ്പം തിരിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി കയറാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ സാർക്ക് നടന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ ആക്ച്വലി വണ്ടി കയറാൻ പോയപ്പോൾ സാർ കണ്ടു തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീട് കണ്ടു. അപ്പോൾ വീടിന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് കറക്റ്റ് നമുക്ക് മറിയയുടെ വീടായിട്ട് ആപ്റ്റായിട്ടുള്ള രീതിയിൽ ആ ഫ്രണ്ട് ഒരു ക്രിസ്ത്യൻ തറവാട് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലും ഫ്രണ്ടിൽ വലിയൊരു മാവൊക്കെ ആയിട്ടൊരു വീട്. അപ്പോൾ കറക്റ്റ് നമ്മൾ ഇത്ര നാളൊന്നും കണ്ടിട്ടില്ല ആ വീട്. അപ്പം സാർ ഇത് കറക്റ്റാണല്ലോ, മറിയയുടെ വീട് നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് പിന്നെ വളരെ സൗകര്യം, കാരണം ഈ മാർക്കറ്റിന് തൊട്ട് ചേർന്ന വീട്. അപ്പം നമുക്ക് ഷിഫ്റ്റിങ്ങും ഇല്ല, നേരെ ഈ മാർക്കറ്റ് രാവിലെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈവനിങ് ഷൂട്ട് ചെയ്യാൻ ഈ മറിയയുടെ വീട്ടിലോട്ട് വരാം. അപ്പോൾ അത് ഭയങ്കര സൗകര്യമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ മറിയയുടെ വീട് കൂടെ തന്നെ നമ്മുടെ അവിടെ ഫിക്സ് ചെയ്തു. പിന്നെ അതുപോലെ പൊറിഞ്ചുവിൻ്റെ വീടും ജോസിൻ്റെ വീടും നമുക്ക് ഇരിങ്ങാലക്കുട മാപ്രാണത്ത് ഒരു പാടത്തിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് ഒരു ഏരിയ ഉണ്ട്. അവിടെ അടുപ്പിച്ചിങ്ങനെ 5-6 വീടുകളുള്ള ഒരു സ്ഥലം കിട്ടി. കറക്റ്റ് അഡാപ്റ്റായിട്ട് നമുക്ക് തന്നെ പൊറിഞ്ചുവിൻ്റെ വീടും ജോസിൻ്റെ വീടും അവിടെ തന്നെ നമുക്ക് കിട്ടി. പിന്നെ മാർക്കറ്റിലെ സീക്വൻസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഒരു ക്യാരക്ടറാണല്ലോ. ഈ പൊറിഞ്ചുവിൻ്റെയും ഒക്കെ ആയാലും പല സീക്വൻസിലും മാർക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ. അപ്പം ഇവരുടെ ബാൻഡ് സെറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം, അതുപോലെ പൊറിഞ്ചുവിൻ്റെ ഇറച്ചിവെട്ട് കട, ശവപ്പെട്ടി വിൽക്കുന്ന കട, അങ്ങനെ പല പടക്കക്കട, അങ്ങനെ പല കടകൾ അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ ഒരു കുരിശുപള്ളി പോലത്തെ ചെറിയൊരു ഇതും മാർക്കറ്റിനോട് വേണം. കാരണം അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ഉണ്ട്. കാരണം മറിയം രാത്രി പൊറിഞ്ചുവിന് മുമ്പിൽ കൂടെ വന്നിട്ട് മെഴുതി കത്തിക്കുന്ന ഒരു സീക്വൻസ്. അപ്പോൾ പൊറിഞ്ചു മറിയത്തിനോടെന്ന രീതിയിൽ ഡയലോഗ് പറയുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വളരെ ഇമോഷണലി കണക്ട് ആവുന്ന ഒരു ടൈപ്പ് സീക്വൻസ് ഉണ്ടാകും. അപ്പോൾ അതിനാ കുരിശുപള്ളി വേണം. അപ്പോൾ നമ്മൾ ആ കുരിശുപള്ളിയും അതേപോലെ ആ ബാൻഡ് സെറ്റ് ഇവരുടെ ബാൻഡ് റിഹേഴ്സൽ ചെയ്യുന്ന സ്ഥലവും അതെല്ലാം നമ്മളവിടെ തന്നെ കോട്ടപ്പുറത്ത് തന്നെയാണ് മാർക്കറ്റിൽ അവിടെ സെറ്റ് ചെയ്യായിരുന്നു. അതൊക്കെ എല്ലാം സെറ്റ് ചെയ്യായിരുന്നു അവിടെ. ദിലീപ് വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് ഒരു കാലഘട്ടം ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെ കുരിശുപള്ളിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്യാരക്ടറായിരുന്നു. അത് ക്ലൈമാക്സിലും ആ ഫൈറ്റിനൊക്കെ ഒരുപാട് ഏരിയ നമ്മളവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് ഇത്രയും കടകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ. പിന്നെ അതുപോലെ തന്നെ കല്യാണ പാർട്ടി മനമറി എന്നുള്ള എന്നുള്ള സോങ് ആദ്യമേ വേണമെങ്കിൽ ഈ പറഞ്ഞ മാർക്കറ്റിനകത്ത് ഷൂട്ട് ചെയ്താലോ എന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായിരുന്നു ഇനീഷ്യൽ പ്ലാൻ. പക്ഷെ ഞങ്ങൾ പിന്നെ ഒന്ന് ആലോചിച്ചു, കാരണം കുറേ സീക്വൻസ് ഈ മാർക്കറ്റിന് തന്നെ വരുന്നതുകൊണ്ട് ഭയങ്കര റിപ്പീറ്റായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് വേണ്ട ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിക്കാമെന്നായി. അങ്ങനെ തപ്പിയാണ് എന്നാൽ ശരി ഇങ്ങനെ ഒരു സ്ഥലത്ത്, അതും ഈ കൊടുങ്ങല്ലൂർ പോയി ആ ഭാഗത്ത് തന്നെ ഒരു ലേക്കിൻ്റെ അടുത്ത് തന്നെ, കനാലിൻ്റെ അടുത്ത് ഇങ്ങനെ സ്ഥലം കിട്ടി. അവിടെയാണ് മനമറി എന്നുള്ള ദിവസം അത് സെറ്റ് ചെയ്തത്. അതിലൊരു ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ഐപ്പെന്ന് പറഞ്ഞ ക്യാരക്ടർ ആദ്യം ഇന്നസെൻ്റ് അങ്കിൾ പുള്ളിയായിരുന്നു ചെയ്യാതിരുന്നത്. പുള്ളീനെ തന്നെ ആദ്യം ഫിക്സ് ചെയ്യുന്നത് ഐപ്പെന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഈ പുള്ളീനെ ഫൈനലൈസ് ചെയ്ത് നമ്മൾ ഷൂട്ട് തുടങ്ങി. ഇൻഫാക്റ്റ് ഈ മനമറി എന്നുള്ള സോങ്ങിൽ വന്നിട്ട് ലാസ്റ്റ് ഐപ്പ് പറഞ്ഞ ക്യാരക്ടറിൽ
ഇന്നസെൻ്റ് പുള്ളി വന്ന് അഭിനയിച്ച് പോയി. നമ്മൾ ഷൂട്ടും ചെയ്തു, ഇന്നസെൻ്റ് വെച്ച് ഷൂട്ടും ചെയ്തു. പുള്ളിയുടെ ബാക്കിയുള്ള പോർഷൻസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പുള്ളി ആകെ ചെയ്തത് ഈ മനോമറിയുന്നവരുടെ പോർഷൻസിൽ ഐപ്പിൻ്റെ ക്യാരക്ടർ വെച്ച് ഇത് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. ഇത് ഷൂട്ട് ചെയ്ത് പുള്ളി പോയതിന് ശേഷം 2 ദിവസം കഴിയുമ്പോഴാണ് പുള്ളിക്ക് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് പുള്ളിക്ക് ഇലക്ഷന് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രഷർ വരും. പുള്ളി എൻ്റെ ഫാദറിനെ വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, അഭിനയിച്ചാൽ തന്നെ കൂടുതൽ നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും, കാരണം ഡേറ്റ്സും കാര്യങ്ങളും പ്രശ്നം വരും, അപ്പം നമുക്ക് വേറെ ഓപ്ഷനില്ല. ഓൾറെഡി പുള്ളി ഓൾറെഡി അഭിനയിച്ച ഇത് മാത്രമേ അഭിനയിച്ചുള്ളൂ, അപ്പോൾ അത് മാത്രം മാറ്റി റീഷൂട്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വിജയരാഘവൻ ചേട്ടനെ വിളിച്ച് പുള്ളീനെ ഹൈപ്പാക്കി അങ്ങനെ ആ ഒരു പോർഷൻ മാത്രം റീഷൂട്ട് ചെയ്യിപ്പിച്ചു പുള്ളി വരുന്ന രീതിയിൽ. അങ്ങനെ അതും ആ പാട്ട് പോയി ആ ഭാഗത്തായിരുന്നു. ഇതൊക്കെയായിരുന്നു ഏകദേശം മേജർ ലൊക്കേഷൻസ്. അതേപോലെ പിന്നെയുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പൊയ്യ കള്ള് ഷാപ്പൊക്കെ നമ്മൾ കൊടുങ്ങല്ലൂർ പൊയ്യ റൂട്ടിലായിരുന്നു അതൊക്കെ ചെയ്ത്. ഒരു ചെറിയ പഴയ ടൈപ്പ് കള്ള് ഷാപ്പ് വേണം. കുറേ അന്വേഷിച്ചിട്ടും കള്ള് ഷാപ്പൊന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. സെറ്റ് ചെയ്താലും ആ ഒരു സെറ്റ് ഫീലായിട്ട് ഓടണമായിട്ട് മാറി നിൽക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് നമുക്കൊരു സോങ്ങിൻ്റെ ചെറിയ ബിറ്റും അവിടെ ഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നലെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ സോങ് ഷൂട്ട് ചെയ്ത് അവിടെ തന്നെ അങ്ങനെ ഒരു ആപ്റ്റായിട്ടൊരു കള്ള് ഷാപ്പും ആ പൊയ്യ ഭാഗത്തൊക്കെയാണ്, പൊടുങ്ങല്ലൂർ പൊയ്യ റൂട്ടിലാണ് അവിടെ കിട്ടിയത്. പിന്നെ അതുപോലെ ഈ പഴയ കാലഘട്ടത്തിൻ്റെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ തിയേറ്ററായിരുന്നു. ഈ പഴയ ഒരു ലുക്കുള്ള ഒരു തിയേറ്റർ വേണമായിരുന്നു. മറ്റേ ചെമ്പൻ മരിക്കുന്ന ആ സീക്വൻസിന് വേണ്ടിയിട്ട്, ജോസിൻ്റെ മരിക്കുന്ന സീക്വൻസിന് വേണ്ടി തിയേറ്റർ വേണം. തിയേറ്റർ നമ്മൾ പല സ്ഥലത്തും, തൃശ്ശൂരിൽ നിന്നല്ല വേറെ എവിടെയാണ് കിട്ടുന്നത് വെച്ചാൽ അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ റെഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തും അന്വേഷിച്ചു. ട്രിവാൻഡ്രത്തും പാലക്കാട്, എറണാകുളം അവിടെയൊക്കെ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു. പക്ഷെ നമുക്ക് ആപ്റ്റായിട്ടുള്ള രീതി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള തിയേറ്റർ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാലക്കുടി ഒരു തിയേറ്റർ ഉണ്ട്, അക്കര എന്ന് പറഞ്ഞ തിയേറ്റർ. അതിപ്പം അടച്ചിട്ടിരിക്കുക. ഇപ്പം അത് റിനോവേഷന് വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടോ അത് പൊളിച്ച് കളയാൻ വേണ്ടിയിട്ടോ അത് അടച്ചിട്ടിരിക്കുക, ഇപ്പോൾ റണ്ണിങ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയി കണ്ടപ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെട്ട് അത് കറക്റ്റായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊരു തിയേറ്ററായിട്ട് തോന്നി. അങ്ങനെ അവിടെയാണ് ചെമ്മൻ്റെ സീക്വൻസ്, ചാലക്കുടിയിലുള്ള അക്കര തിയേറ്ററിലാണ് ചെമ്മൻ്റെ സീക്വൻസ് ഷൂട്ട് ചെയ്തത്. പിന്നെയുള്ള മേജർ ലൊക്കേഷൻസ് വന്നാൽ ഈ പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു സംഭവം വലിയ ടാസ്ക്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പള്ളികളൊന്നും ഷൂട്ടിങ്ങിന് പെർമിഷൻ കിട്ടത്തില്ല. ഒരൊറ്റ പള്ളിക്കകത്ത് നമുക്ക് അകത്ത് പോലും കയറാൻ പറ്റില്ല, അകത്ത് പോലും വേണ്ട പുറത്ത് പോലും ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻസ് കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് നമുക്ക് അവസാനം മാളയിലാണ് ഒരു പള്ളി ഒരുവിധം ഓക്കെ ആയത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ടീമൊക്കെ സംസാരിച്ച് അച്ഛൻ ഓൾമോസ്റ്റ് കൺവിൻസ് ആയിട്ട് പള്ളിയുടെ അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പുറത്ത് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പുള്ളി സമ്മതിച്ചു. അങ്ങനെയാണ് അപ്പോൾ ആ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയാണ് മറ്റേ ഈ പ്രിൻസ് വന്ന് ഫോട്ടോ എടുക്കുന്നതും പിന്നെ പൊറിഞ്ചൂന പള്ളിയുടെ മേലെ കാണുന്ന സീക്വൻസുകളും പിന്നെ പള്ളിയുടെ മറ്റത്ത് ആ പള്ളിയിൽ തന്നെയാണ് ഫ്രണ്ടിൽ തന്നെയാണ് അതെല്ലാം ആ പെരുന്നാൾ സീക്വൻസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തന്നെ ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് അടുത്ത് തന്നെ കിട്ടുകയും ചെയ്തു. ഈ പൊറിഞ്ചൂരിൻ്റെ ഇൻട്രഡക്ഷൻ സീക്വൻസിലെ ഫൈറ്റ് പണ്ടുണ്ടാക്കിയ 78-ലെ മൊളയടി ഫൈറ്റ് എന്ന് പറയുന്നുണ്ട്. അത് ഈ പള്ളിയുടെ ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് സ്പേസ് കിട്ടിയപ്പോൾ അവിടെ തന്നെയാണ് അതും ചെയ്തത്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അതുപോലെ എനിക്ക് വളരെ പേഴ്സണലായിട്ട് ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയാനായിട്ട് എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കുന്നതാണത് ജോഷ് സാറിനെ കുറിച്ച് തന്നെ. ഈ പടത്തിൻ്റെ ഒരു ഇൻ്റർവെൽ എപ്പിസോഡ് എന്ന് പറയുന്നത് ഈ പ്രിൻസും അയാളുടെ ഫ്രണ്ട്സും കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരോട്ട് വരുന്നു, പെരുന്നാളോട് അനുബന്ധിച്ച് വരുന്നതും. അപ്പോൾ പോലീസ് ചെക്കിങ്ങിനിടയിൽ പോലീസ് ഇവരെ കണ്ടിട്ട് ഇപ്രാവശ്യത്തെ പെരുന്നാൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് പറയുന്നത്. അത് കഴിഞ്ഞുകൊണ്ട് ഇമ്മീഡിയറ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ആ മാർക്കറ്റിൽ കംപ്ലീറ്റ്ലി രാത്രി ഷട്ട് ഡൗൺ ആയിട്ടുള്ള മാർക്കറ്റിനകത്ത് ഒരു ജിപ്പ് ഷോട്ടാണ്. അത് ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്ത് ലാസ്റ്റ് പോയിട്ട് ശവപ്പെട്ടികൾ വിൽക്കപ്പെടും എന്ന് പറയുന്ന ഒരു ബോർഡിന് മുമ്പിൽ പോയി നിൽക്കുന്നതാണ് ഷോട്ട്. അവിടെയാണ് ഇൻ്റർവെൽ വരുന്നത്. അപ്പോൾ ഈ പുറത്തെ സീക്വൻസ് എടുത്തതിന് ശേഷം ഈ പ്രിൻസ് വരുന്ന സീക്വൻസ്, പോലീസിൻ്റെ സീക്വൻസ് എടുത്തതിന് ശേഷം ഈ മാർക്കറ്റിലെ ഈ ഷോട്ട് കൂടെ എടുക്കാനുണ്ട്. അപ്പോൾ സാർ അപ്പോൾ ഈ സീക്വൻസ് തീർന്നതിന് ശേഷം സാർ ഒരുപാട് ലേറ്റായി ഐ തിങ്ക് ഒരുപാട് 12-1 മണിയൊക്കെയാണെന്ന് തോന്നുന്നു രാത്രി. ലേറ്റിന് സാറ് പറഞ്ഞു ഞാൻ ടയർഡാണ്, ഞാൻ പോവാണ്, മറ്റേ സീക്വൻസ് കൂടെ ഉള്ളൂ മാർക്കറ്റ് ഷോട്ട്, അത് എന്നോട് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് സാറ് പോവുക. അപ്പോൾ എന്നോട് എടുത്തോന്ന് പറഞ്ഞപ്പോൾ ഞാനത് എനിക്ക് കുറച്ചൊരു, കാരണം സാർ എന്ത് രീതിയിൽ അത് ഉദ്ദേശിക്കുന്നത്, സാറിന് എങ്ങനെ വേണം ഒരു പ്രോപ്പറായിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞ് എനിക്ക് ടയർഡാണ്, നീ എടുത്തോ, ഞാൻ നാളെ വന്നിട്ട് കണ്ടോളാം. ഒരു സിംഗിൾ ഷോട്ടിലായിരിക്കണം, ക്യാമറ മാർക്കറ്റ് മൊത്തം കാണിച്ച് ലാസ്റ്റ് വന്നിട്ട് ഈ ബോർഡിൽ വന്ന് നിൽക്കുന്ന രീതിയിൽ സിംഗിൾ ഷോട്ട് ആയിരിക്കും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നോട് എടുത്തോന്ന് പറഞ്ഞു സാറ് പോയി. അപ്പോൾ എനിക്ക് ആദ്യം ചെറിയൊരു ഇതുണ്ടായിരുന്നു, പിന്നെ സാറിന് എടുക്കുന്നത് എങ്ങനെയാണ് ഇഷ്ടപ്പെടില്ലെന്ന് പറയുന്നത് ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ
മാർക്കറ്റ് മൊത്തം ലീറ്റപ്പ് ചെയ്തു, എല്ലാം ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ജിബിൽ ഇട്ടിട്ട് ഒരു സിംഗിൾ ഷോട്ടിൽ തന്നെ ഈ ശവപ്പെട്ടികൾ വിൽക്കപ്പെടുമെന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ആ ഷോട്ട് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ സാറ് കാണുന്നത്. അന്നപ്പോൾ ഈവനിങ് നൈറ്റ് ഷൂട്ടേ ഉള്ളൂ, നൈറ്റാണ് ഷൂട്ട്, ഫുൾ നൈറ്റ് ഷൂട്ടാണ്. അപ്പോൾ സാർ ഈവനിങ് വന്നിരുന്നിട്ട് എന്തായി നല്ല എടുത്ത സീക്വൻസ് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് തുറന്ന് അപ്പോൾ എഡിറ്റർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്, സാറിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സാറ് അത് സീക്വൻസ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സാർ ഇങ്ങനെ തിരിഞ്ഞിട്ട് എന്നെ നോക്കിയിട്ട് നേരെ എന്നെ കൈ നീട്ടി ഷേക്കാണ്ട് വന്നു, എനിക്ക് ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. സാറ് ഓക്കെ കുഴപ്പമില്ല, ഓക്കെ അങ്ങനെ വല്ലതും പറഞ്ഞു. പക്ഷേ സാറ് തിരിഞ്ഞിട്ട് ആദ്യം തന്നെ എനിക്ക് കൈ തന്നിട്ട് ഗംഭീരമാണ്, നന്നായിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് സാർ അപ്പം തന്നെ വിളിച്ച് അവിടെ അബിയൊക്കെ ഉണ്ട് സാറിന്, അവരൊക്കെ കാണിച്ചു കൊടുത്തു ഷോട്ട് കാണുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കത് ഭയങ്കര, ഞാൻ ഇന്നും പേഴ്സണലി ഓർക്കുന്നൊരു മൊമെൻ്റാണ്. അങ്ങനെ പൊറിഞ്ചു കംപ്ലീറ്റായി, അങ്ങനെ പടം റിലീസായി, പടം ഭയങ്കര സക്സസ്ഫുള്ളായി, 100 days ഓടി പടം. അത് എനിക്കും പേഴ്സണലി എൻ്റെ വർക്കിന് കുറേ അപ്രീസിയേഷൻ കിട്ടി. എനിക്ക് വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പടമാണ്. ജോഷ് സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റി. പൊറിഞ്ചുവിൻ്റെ എനിക്ക് തന്നെ പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ്, എത്ര പ്രാവശ്യം പൊറിഞ്ചു കണ്ടാലും വീണ്ടും ജോഷ് സാറും പറയുന്ന ഒരു കാര്യമാണ്, എത്ര പ്രാവശ്യം കണ്ടാലും വീണ്ടും കുറച്ച് നേരം ടി വിയിൽ വരുമ്പോഴും ചാനൽ വരുമ്പോഴും പിന്നെയും നമ്മൾ കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു പടമാണ് പൊറിഞ്ചു.